ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അനന്തംപിള്ള ഫോണിൽ കൂടി അംബികയോട് പറയുക, എന്തായാലും ആ പ്ലാൻ വെരി സക്സസ്. അംബികയും മകൻ ദീപക്കും കൂടെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുവാണ്. അംബിക കാറിലിരുന്നുകൊണ്ട് അനന്തംപിള്ളയോട് സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. അനന്തംപിള്ള അംബികയെ അങ്ങോട്ട് പുകഴ്ത്തുവാണ്. അംബികയുടെ ആ ഓപ്പറേഷൻ എന്തായാലും വിജയം കണ്ടു. അത് കേട്ടിട്ട് അംബിക പറയുക, അംബിക വർമ്മ തികഞ്ഞ കോൺഫിഡൻസോടുകൂടി ഒരു കാര്യത്തിന് ഇറങ്ങിയാലേ അതിൽ പിന്നെ വിജയം കാണാതെ മടങ്ങില്ല. അയ്യോ എൻ്റെ അംബിക ഒരു പെൺ സിംഹമാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോഴപ്പം തന്നെ ചെയ്യും. അതൊന്നും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവമൊന്നും അംബികയ്ക്കില്ലല്ലോ. ഇനിയാണ് ഗെയിം. അംബിക ചെയ്ത ഈ കൊലപാതകം എന്തായാലും ആ ഋതികയുടെ പെടലിക്ക് തന്നെ ഉറച്ചു കഴിഞ്ഞു. ഇനി അത് വെച്ചാണ് ഈ അനന്തംപിള്ളയുടെ അംഗം മുന്നേറാൻ പോകുന്നത്. അംബിക ചെയ്ത ഈ കൊലപാതകം ഋതികയുടെ ഭാവിയെയും വർമ്മയുടെ രാഷ്ട്രീയ ജീവിതത്തെയും എങ്ങനെയൊക്കെയാണ് മാറ്റിമറിക്കാൻ പോകുന്നതെന്ന് അംബിക കാത്തിരുന്ന് കണ്ടോ. അനന്തംപിള്ള അട്ടഹസിച്ച് ചിരിക്കുവാണ്. അംബിക പറയുക, അച്ഛനും മകളും ഇല്ലാതാകണം, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിന് അംബികയെ മകള് നേരെ സെൻട്രൽ ജയിലിലോട്ട് പൊയ്ക്കോളുമല്ലോ. അവള് പിന്നെ അവിടുന്ന് പുറത്തോട്ട് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം അംബികയെ. പിന്നെ പ്രതാപവർമ്മയുടെ കാര്യം, ഞാൻ ഈ കേസ് വെച്ച് ഒരു അപവാദ കൊടുങ്കാറ്റ് തന്നെ അങ്ങോട്ട് ഇളക്കി വിടാൻ പോവുക. അതിലാദ്യം മന്ത്രിസഭയെ നാടി ഉലയും. ആ കൂട്ടത്തില് വർമ്മയുടെ മന്ത്രി കസേരയുണ്ടല്ലോ, അത് ബ്ലും എന്നും പറഞ്ഞങ്ങ് തെറിക്കും. അപ്പോഴവനെ എനിക്ക് തെരുവിൽ നേരിടാം. അപ്പോൾ ഞാൻ പിന്നെ വിളിക്കാം അംബിക എന്നും പറഞ്ഞ് അനന്തംപിള്ള ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം പ്രതാപവർമ്മയാണെങ്കിൽ ദേഷ്യത്തോടെ അനന്തംപിള്ളയുടെ വീട്ടിലോട്ട് വരുക. അനന്തംപിള്ളയുടെ കുറേ കൂട്ടാളികൾ അവിടെ പ്രതാപനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്താ കാര്യം നിന്നോടൊക്കെ ഞാൻ പറയണോടാ എന്നും പറഞ്ഞ് പ്രതാപവർമ്മ ദേഷ്യപ്പെടുന്നുണ്ട്. അനന്തംപിള്ള അദ്ദേഹത്തെ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റില്ല, മാറാ മുന്നീന്ന്. പ്രതാപവർമ്മയെ നീയൊക്കെ തടയുന്നോ? കാവൽ പട്ടികളെ. അവൻ്റെയൊക്കെ ഒരു അനന്തംപിള്ള അദ്ദേഹം. ദേഷ്യത്തോടെ വർമ്മ, അനന്തനില്ലേടാ അവിടെ, എടാ അനന്ത ഇങ്ങനെ ദേഷ്യത്തിൽ വിളിക്കുമ്പോൾ അനന്തംപിള്ള അങ്ങോട്ട് വരുന്നുണ്ട്. സബാഷ് പ്രതാപ, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു എന്നും പറഞ്ഞാണ് അനന്തംപിള്ളയുടെ വരവ്. എന്താടാ അനന്ത, ഞാൻ പേടിച്ചു പോകുമെന്ന് കരുതിയോ? അയ്യോ ഇല്ല, പ്രതാപൻ അങ്ങനെ പേടിക്കുന്ന ഒരാളല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതല്ലേ എനിക്ക് തന്നോടുള്ള ബഹുമാനവും റെസ്പെക്റ്റും. എടാ അനന്ത, ഇതിൻ്റെ പിന്നിലെ നിന്റെ ബുദ്ധിയും പ്ലാനുമാണെന്ന് എനിക്ക് മനസ്സിലായി. ആഹാ, അത് കൊള്ളാവല്ലോ പ്രതാപ. മകള് കൊലക്കുറ്റം ചെയ്തതിൻ്റെ കുറ്റം ഇപ്പം എൻ്റെ പടലിക്കായോ? എടാ അനന്ത, ഇതിൻ്റെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ നിന്റെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അതിൻ്റെ കാരണം നിനക്ക് എന്നോടും എൻ്റെ മകളോടും വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. പ്രതാപ, താൻ പറഞ്ഞത് കറക്റ്റാ. എനിക്ക് തന്നോടും എന്നെ പച്ചയ്ക്ക് തൊലിയുരിച്ച നിന്റെ മകളോടും എനിക്ക് വ്യക്തി വൈരാഗ്യം ഉണ്ട്. എന്ന് വെച്ച് ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണെന്നുള്ള നിലപാട് ശരിയല്ല. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. പ്രതാപൻ ദേഷ്യത്തോടെ അനന്തംപിള്ളയുടെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് വലിച്ചിട്ട്, നിനക്ക് യാതൊരു പങ്കുമില്ല ഇല്ലടാ. നീ കീചകനായി മാറിയാൽ ഞാൻ ഭീമൻ തന്നെയാടാ. ഭീമൻ അജ്ഞാതവാസത്തിലാണ് വിരാട രാജ്യത്തിലിട്ട് കീചകനെ കൊന്നത്. ഞാൻ നിന്നെ വലിച്ചിറക്കി പബ്ലിക് പ്ലേസിലിട്ട് കൊന്നുകളയുവടാ. അറിയാവല്ലോടാ നിനക്ക് വർമ്മേ. അനന്തംപിള്ള പെട്ടെന്ന് കൈയെടുത്ത് മാറ്റിച്ചിട്ട്, എടാ പ്രതാപ, ആ നിൽക്കുന്ന അവരെ കണ്ടല്ലോ. നീ എന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവന്മാർ നിന്റെ ദേഹത്ത് കയറി അങ്ങ് ഇറങ്ങും. എങ്കിൽ വിളിയടാ അനന്ത അവന്മാരെ, നമുക്കൊരു കൈ നോക്കാം. എടാ പ്രതാപ, അങ്ങാടിയിൽ തോറ്റേന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറഞ്ഞ പോലെ എൻ്റെ മെക്കിട്ട് കയറാൻ നിൽക്കാതെ നീ പോയി നിന്റെ മകളെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൻ നോക്കടാ. ഞാൻ ഇറക്കോടാ അനന്ത. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മകളെ പുഷ്പം പോലെ ഞാൻ ഇറക്കിക്കൊണ്ട് വന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ്. പ്രതാപൻ അങ്ങനെ പോകുമ്പോൾ അനന്തംപിള്ള അവിടെ നിന്നുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട്, വീമ്പ് കാണിക്കാതെ ചെയ്ത് കാണിക്കടാ. ഒറ്റ ചവിട്ടിനവനെ കൊല്ലണമെന്നുള്ള ദേഷ്യത്തോടെ പ്രതാപൻ ഇങ്ങനെ ദേഷിച്ച് നോക്കുവാണ്. കൂടി നിൽക്കുന്ന അണികളോട് മാറി നിൽക്കടാ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പ്രതാപൻ കാറെടുത്തങ്ങ് പോകുന്നുണ്ട്. ഈ സമയം ഋതികയാണെങ്കിൽ ജയിലഴിക്കുള്ളിൽ നിന്ന് ആകെ സങ്കടത്തോടെ നിൽക്കുക. രാജുവും വക്കീലും കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നുണ്ട്. രാജു അങ്ങനെ പോലീസ് സ്റ്റേഷനകത്തോട്ട് വന്ന് കയറി നോക്കുമ്പോൾ ജയിലഴിക്കുള്ളിൽ നിന്ന് ഋതിക കരയുന്നതാണ് കാണുന്നത്. ഹൃദയം തകരുന്ന വേദനയോടെ രാജു ഇങ്ങനെ ഋതികയെ നോക്കുവാണ്. ഋതുവെന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് രാജു ആ ജയിലഴിയുടെ അടുത്തോട്ട് ഓടി ചെല്ലുന്നുണ്ട്. രാജു എന്ന് വിളിച്ച് പൊട്ടിക്കരയുന്ന ഋതികയോട്
ഋതു കരയാതെ, ഞാൻ വക്കീലുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഇപ്പം ജാമ്യം കിട്ടും. പൊട്ടിക്കരഞ്ഞോണ്ട് ഋതിക ചോദിക്കുന്നു, ഇത് എന്തൊക്കെയാ രാജു നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നമ്മുടെ ശത്രുക്കളുടെ എണ്ണം കൂടി വരിക ഋതു. ഋതു കരയല്ലേ, അഴിക്കുള്ളിലുള്ള നിന്റെ ഈ നിൽപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഋതു. നിനക്കിപ്പം തന്നെ ജാമ്യം കിട്ടും, നമുക്ക് ഒരുമിച്ച് പോകാം മോളെ, കരയാതിരിക്കരുതു എന്നും പറഞ്ഞ് രാജു ഋതികയുടെ കണ്ണുനീരിങ്ങനെ തുടയ്ക്കുന്നു. ആ സമയത്ത് ആ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങോട്ട് വരുന്നുണ്ട്. ഹലോ, ഇത് ടൂറിസ്റ്റ് പ്ലേസായ ഊട്ടിയോ കൊടൈക്കനാലോ ഒന്നും അല്ല, ഇവിടെ റൊമാൻസ് ഒന്നും പറ്റില്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്. ആ സർക്കിൾ ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ രാജു പറയാ, സാറേ ഇതെൻ്റെ വൈഫാണ്, സാറിൻ്റെ വൈഫ് കരഞ്ഞാലേ സാറെന്താ ആശ്വസിപ്പിക്കത്തില്ലയോ? ഉടനെ അയാൾ പറയുക, അതിന് എൻ്റെ വൈഫേ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ രാജുവിൻ്റെ കൂടെ വന്ന വക്കീൽ നമസ്കാരമൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഋതികയെ ജാമ്യത്തിലിറക്കാൻ വന്നതാ. ഉടനെ ഇൻസ്പെക്ടർ പറയുന്ന, ജാമ്യം തരാനുള്ള വകുപ്പൊന്നും ഇതിലില്ല വക്കീലേ, ഇത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമല്ലേ. അപ്പോൾ രാജു പറയാ, ഋതിക ആരെയും കൊന്നിട്ടുമില്ല, കൊല്ലുകയില്ല. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനല്ലേ പറയൂ, നിങ്ങൾ കുറ്റവാളിയുടെ ഹസ്ബൻഡ് അല്ലേ. അതുകൊണ്ട് വക്കീല് ജാമ്യത്തിനൊന്നും ശ്രമിക്കണ്ട, അത് കിട്ടുന്ന കാര്യമൊന്നുമേ അത്ര എളുപ്പമൊന്നും അല്ല. വക്കീല് ചോദിക്കുന്നുണ്ട്, ചാർജ് ഷീറ്റ് എഴുതിയോ? എന്താണ് ഇവർ ചെയ്ത കുറ്റമെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? വക്കീൽ അങ്ങനെ ചോദിക്കുമ്പോൾ വീണ്ടും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഇതേ കരുതിക്കൂട്ടി ചെയ്ത കൊലപാതകം തന്നെ, പ്രധാന തെളിവ് തന്നെ ആ ഗണ്ണാണ്. അത് സ്മെൽ ചെയ്ത ഡോഗ് എത്തിയത് ഋതികയുടെ അടുത്താണ്. അതുപോലെ തെളിവ് നശിപ്പിക്കാനായി ഗണ്ണ് കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതിന് IPC 232. എന്താ പോരെ വക്കീലെ, ഗണ്ണെ ഫോറൻസിക്കിന് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഫിംഗർ പ്രിന്റ് കൂടെ മാച്ച് ആയാൽ എവിഡൻസ് ആക്ട് പ്രകാരം 27 ഒരു ഇരട്ട ജീവപര്യന്തം ഉറപ്പാണല്ലോ വക്കീലെ. ആ ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞത് കേട്ട് ഋതികയെ ഇങ്ങനെ ചങ്കു പൊട്ടി നിൽക്കുവാണ്. അപ്പോൾ വക്കീല് പറയുന്നു, ഇത് കരുതിക്കൂട്ടി ഋതികയെ കുറ്റക്കാരിയാക്കുകയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും കേട്ടോ മിസ്റ്റർ ഇൻസ്പെക്ടർ. അപ്പോൾ ഇൻസ്പെക്ടർ പറയാം, വക്കീൽ ഈ നാട്ടിലെങ്ങും അല്ലേ താമസിക്കുന്നത്? അരിയാഹാരമൊക്കെ ഇപ്പോൾ ആളുകൾ നിർത്തി, അരിയും ഗോതമ്പും ഒക്കെ കാർബോഹൈഡ്രേറ്റാ, ഷുഗർ ഉണ്ടാവും വക്കീലെ. അപ്പോൾ വക്കീൽ പറയാം, ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി, അതെന്തവാ? നിങ്ങൾക്ക് ഈ കേസിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. ഉടനെ രാജു പറയുന്നു, അതെന്താ വ്യക്തമല്ലേ, ഈ ഓഫീസറെ എനിക്ക് നേരത്തെ അറിയാം. ഇയാൾ മറ്റു ചിലരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ കയറിയ ആരുടെയോ കോടാലി. അത് കേട്ടിട്ട് ഇൻസ്പെക്ടർ ഷടപ്പ്, മര്യാദയ്ക്ക് സംസാരിക്കണം താൻ. അത് കേട്ടിട്ട് രാജു, എൻ്റെ ഭാര്യയെ ജയിലിൽ അടയ്ക്കണമെന്ന് ആരുടെ അത്താഴ വിരുന്നിലാ കൈക്കൊണ്ട തീരുമാനമാ ഇത്. ഇൻസ്പെക്ടർ, ഇനി ഇവിടെ നിന്ന് ചെലച്ചാലുണ്ടല്ലോ, നിന്നെ പിടിച്ച് ഇതിനകത്തോട്ട് ഇടേണ്ടി വരും കേട്ടോടാ. അപ്പോൾ പ്രതാപവർമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. മകൾ ജയിലഴിക്കുള്ളിൽ നിൽക്കുന്ന കണ്ട് പ്രതാപവർമ്മ ഇങ്ങനെ സങ്കടത്തോടെ ഋതികയെ നോക്കുക. അച്ഛനെ നോക്കി മോളും കരയുവാണ്. പ്രതാപൻ ഇൻസ്പെക്ടറോട് പറയുന്നു, ഋതിക കുറ്റം ചെയ്തിട്ടില്ലെന്നും ചെയ്യില്ലെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്, അതുകൊണ്ട് അവളെ ജാമ്യത്തിൽ വിടണം. അപ്പോൾ ഉടനെ ഇൻസ്പെക്ടർ, ദിസ് ഈസ് നോട്ട് എ റെക്കമെൻഡേഷൻ, ഐ ആം സോറി സാർ, ഇത് പ്രോട്ടോകോൾ ലംഘനമൊന്നും അല്ല. സാറിനെ പോലെയുള്ളൊരു വലിയ മനുഷ്യനോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് സാർ. പ്രതാപൻ പറയുക, എൻ്റെ പേരിൽ താൻ ദുഃഖിക്കുകയും കരയുകയൊന്നും വേണ്ട, താൻ കാര്യം പറഞ്ഞാൽ മാത്രം മതി. സാറേ റോളിംഗ് പാർട്ടിയുടെ മിനിസ്റ്ററൊക്കെ ആയിരിക്കും, പക്ഷേ ഇങ്ങനെ ഒരു ഓർഡർ ഇടാൻ സാറിന് അധികാരമില്ല. എന്താടാ പറഞ്ഞത് എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ, സാറ് ചൂടാകല്ലേ, എനിക്ക് സാറിൻ്റെ ഓർഡർ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വേണ്ടടോ, തനിക്ക് മുകളിലുള്ളവരും ഉണ്ടല്ലോ ഈ ഡിപ്പാർട്ട്മെന്റിൽ, ഞാൻ അവരെ വിളിച്ചോളാം. സാറ് എടുത്തുചാടി ഒന്നും ചെയ്യണ്ടെന്നാ എൻ്റെ അഭിപ്രായം. എനിക്കിപ്പോൾ തന്നെ ഒരുപാട് കോൾസുകൾ വരുന്നുണ്ട്. സാറ് മോളെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ വന്നു എന്ന് അറിഞ്ഞാൽ സാറിൻ്റെ ഇമേജിനെ അത് ബാധിക്കും. നിർത്തടോ എന്നും പറഞ്ഞ് ദേഷിക്കുവാണ് പ്രതാപൻ. അധിക പ്രസംഗം പറയുന്നു, എൻ്റെ ഇമേജിനെ കുറിച്ച് തനിക്ക് ടെൻഷനൊന്നും വേണ്ട, അതൊക്കെ നോക്കാൻ എനിക്കറിയാം. തനിക്ക് എൻ്റെ ഓർഡർ പാലിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എനിക്കിപ്പോൾ അറിയേണ്ടത്. ഐ ആം എക്സ്ട്രീംലി സോറി സാർ, അത് പാലിക്കാൻ നിയമം എന്നെ അനുവദിക്കുന്നില്ല. സാറ് ചിലപ്പോൾ എന്നെ രക്ഷിച്ചേക്കാം, പക്ഷേ മീഡിയയെ എനിക്ക് പേടിയാ സാറേ. ഇപ്പോൾ തന്നെ പലതരം ഗോസിപ്പുകളും പ്രചരിപ്പിക്കുന്നുണ്ട്. കൊല്ലപ്പെട്ട ജഗന്നാഥൻ കൊലപാതകിയായ ഋതികയുടെ അമ്മയുടെ ജാരനാണെന്ന്. പ്രതിയുടെ ബയോളജിക്കൽ ഫാദറായ ജഗന്നാഥനോടുള്ള പകയാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് പ്രചരിപ്പിക്കുന്നത്. അമ്മയുടെ ജാരനോടുള്ള പകയാണ് ഈ കൊലപാതകത്തിനുള്ള മോട്ടീവ്. തീപാറുന്ന കണ്ണുകളോടെ ദേഷ്യത്തോടെ പ്രതാപൻ, നിർത്തറോ തൻ്റെ ധിക്കാരം. ആരോടോ തനിക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം തന്നത്? ആരുടെ സപ്പോർട്ടോടുകൂടിയാ താൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? സാറേ, ഇത് നിയമമാണ്. ഇല്ല, ഇത് നിയമമല്ല, ഇത് വ്യക്തിവൈരാഗ്യമാണ്. താനുണ്ടല്ലോ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുവാണ്. ആരുടെ പിൻബലത്തോടുകൂടിയ താൻ ഇതൊക്കെ ചെയ്യുന്നതെന്നേ എനിക്ക് നല്ല വ്യക്തമായി മനസ്സിലായി. താൻ കളിക്കുന്നത് പ്രതാപവർമ്മയുടെ കോർട്ടിൽ കയറിയ. ആ കളി എത്ര ഭീകരമായിരുന്നുവെന്ന് താനിനി മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ.
താൻ മാപ്പ് ചോദിച്ചുകൊണ്ട് എൻ്റെ കാലിൽ വന്ന് വീഴുവെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ ജാമ്യം ചോദിച്ച് വന്നതേ ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ മകൾക്ക് വേണ്ടിയാ. അവളെ എങ്ങനെ ഇവിടെ നിന്ന് ഇറക്കണമെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ നീ കരുതിയിരുന്നോ എൻ്റെ മകളെ ഹരാസ് ചെയ്യുകയോ അവളുടെ ദേഹത്ത് ഒരു പോറലേൽപ്പിക്കുകയോ നീ ചെയ്താൽ നിന്നെയും കത്തിക്കും, നിന്റെ വംശ പരമ്പരയും കത്തിച്ചു കളയും ഞാൻ. മനസ്സിലായോടാ സർക്കിൾ ഇൻസ്പെക്ടറെ? തൻ്റെ നാശം ഇന്നു മുതൽ തുടങ്ങി. ഇത് താൻ ചെവിയിൽ നുള്ളിക്കോ എന്ന് പറഞ്ഞിട്ട് പ്രതാപനും വക്കീലും അങ്ങ് പോവുക. ഋതിക ഇങ്ങനെ അച്ഛൻ പോകുന്ന നോക്കി സങ്കടത്തോടെ നിൽക്കുവാണ്. രാജു ദേഷ്യത്തോടെ സർക്കിൾ ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, ഈ കളി നീതിയും അനീതിയും തമ്മിലുള്ളതാ. തന്നെ ഞങ്ങൾ എവിടെ എത്തിക്കുമെന്നുള്ളതേ താൻ കാത്തിരുന്ന് കണ്ടോ. ഋതു പേടിക്കണ്ട, കരയരുത്, ഞാൻ പുറത്തു തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് രാജു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പ്രതാപനും രാജുവും പോയി കഴിഞ്ഞപ്പോൾ ആ ഇൻസ്പെക്ടർ ഋതികയുടെ അടുത്ത് ചെന്നിട്ടൊരു കളിയാക്കലോടെ, ഭർത്താവും അച്ഛനുമേ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടങ്ങ് പോയി, എന്നാൽ പിന്നെ നിന്നെ ഇനി എങ്ങനെ കരയിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആരുടെയൊക്കെയോ നക്കാപ്പിച്ച മേടിച്ചിട്ടാണ് ആ ഇൻസ്പെക്ടർ അങ്ങനെയൊക്കെ പറയുന്നത്. ഋതിക ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുവാണ്. ഈ സമയം പത്മാവതിയാണെങ്കിൽ മകളെ ഓർത്ത് ഹൃദയം പൊട്ടി കരയുവാണ്. ഒരു തുള്ളി ജലപാനം പോലും കഴിക്കാതെയുള്ള കരച്ചിൽ കണ്ട് അവളുടെ സെർവൻറ്റ് അവൾക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. വേണ്ട, എനിക്കൊന്നും വേണ്ട. അപ്പോൾ വേണുവേട്ടനും രാധമ്മയും അങ്ങോട്ട് വരുന്നുണ്ട്. അവരെ കണ്ടതും പത്മാവതി രാധമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് രാധമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. വിഷമിക്കാതെ മേഡം എന്നിങ്ങനെ പറയുമ്പോൾ, എങ്ങനെ ഞാൻ വിഷമിക്കാതിരിക്കും രാധമ്മേ? സമാധാനപ്പെടും മേഡം, എന്ത് പ്രശ്നം ഉണ്ടായാലും വർമ്മസാറ് മകളെ അതിൽ നിന്നും രക്ഷിക്കും, അത് ഉറപ്പാ എന്നിങ്ങനെ വേണുവേട്ടനും പറയുക. മേഡം, നമ്മുടെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചെയ്യുകയില്ല. തെറ്റ് ചെയ്യാതെ ആരും ശിക്ഷിക്കത്തില്ല മേഡം. രാധമ്മ പറഞ്ഞതൊക്കെ ശരിയാ രാധമ്മ, പക്ഷേ സത്യവും ന്യായവും നടപ്പിലാക്കുന്നവരല്ലല്ലോ പലപ്പോഴും നിയമം നടപ്പിലാക്കുന്നത്. എന്തായാലും സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ മകളല്ലേ ഋതുമോള്. വർമ്മസാറിൻ്റെയും പത്മാവതി മേഡത്തിൻ്റെയും മകളെ തൊടാൻ ഒരുവിധപ്പെട്ട ആൾക്കാരുടെ കൈയൊന്ന് വിറയ്ക്കും. വെള്ളരിക്ക പട്ടണമൊന്നും അല്ലല്ലോ കേരളം. വേണുവേട്ട, ഞാനൊരു കഷ്ടകാലം പിടിച്ചവളാ. ജീവിതകാലം മുഴുവൻ കഷ്ടകാലം. എന്ത് ചെയ്താലും അത് ആപത്ത്. എൻ്റെ നിരപരാധിത്വം തെളിയണം. ആ പാപം ജഗന്നാഥേട്ടനും ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവരാണെന്ന് തെളിയണം. എല്ലാം പ്രതാപേട്ടനെ ബോധ്യപ്പെടുത്തണം. അതിനുവേണ്ടി എൻ്റെ മക്കൾ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ നടന്നത് എന്നും പറഞ്ഞ് പത്മാവതി അന്നുണ്ടായ സംഭവങ്ങളെല്ലാം അവരോട് വിവരിച്ച് പറയുവാണ്. പാവം ജഗന്നാഥേട്ടൻ. ഈ വേണുവേട്ടനും ജഗന്നാഥേട്ടനും ഒക്കെ എൻ്റെ അമ്മ പ്രസവിക്കാത്ത എൻ്റെ സ്വന്തം കൂടപ്പിറപ്പുകൾ തന്നെയാണ്. പാവം, ആ മനുഷ്യനെ അവർ കൊന്നു. എൻ്റെ മോളെ അവർ ജയിലിലുമാക്കി. വിങ്ങിപ്പൊട്ടി കരയുന്ന പത്മാവതിയെ സമാധാനിപ്പിക്കുവാണ് വേണുവേട്ടൻ. ഏത് ചതിയും കാലം തെളിയിക്കാതിരിക്കില്ല മേഡം. ശത്രുക്കൾ ആരായാലും അവർക്ക് താൽക്കാലികമായ ഒരു വിജയം ഉണ്ടാവും. പക്ഷേ അവർ നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങിയേ പറ്റൂ. അതിനി മനുഷ്യൻ്റെ കോടതിയിലായാലും ദൈവത്തിൻ്റെ കോടതിയിലായാലും. ആരായിരിക്കും മേഡം ജഗൻ്റെ നേരെ വെടിവെച്ചത്? എനിക്കറിയില്ല വേണുവേട്ട. വെടിയേറ്റ് ചോരയിൽ കുളിച്ച് പെടയുന്ന ജഗന്നാഥേട്ടനെയാണ് ഞാൻ കാണുന്നത്. കുറച്ചു നേരത്തേക്ക് എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഈ സമയം അംബികയും മകൻ ദീപക്കൂടെ അനന്തംപിള്ളയുടെ വീട്ടിൽ വന്നിരിക്കുവാണ്. അവർ ഭയങ്കര സന്തോഷത്തിൽ പൊട്ടിച്ചിരിയാണ്. അനന്തംപിള്ളയാണെങ്കിൽ വൈനോ വിസ്കിയോ എന്തൊക്കെയോ ഒഴിച്ച് അംബികയ്ക്കും മകൻ ദീപക്കിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ഈ വിജയം ഇന്ന് ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് ആഘോഷിക്കാനാ എന്നും പറഞ്ഞ് സന്തോഷത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ മദ്യം കഴിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ഋതികയുടെ ഭാഗത്ത് ദൈവം നിൽക്കുമോ? സ്വത്തിനു വേണ്ടി സ്വന്തം സഹോദരൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയ ആ അംബികയുടെ ഭാഗത്ത് ദൈവം നിൽക്കുമോ? എന്താണ് നടക്കാൻ പോകുന്നത്? യഥാർത്ഥ വിധി ഏതാണ്? ദൈവം തന്നെ നേരിൽ വരുമോ അതോ അന്യായം ജയിക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.